എല്ലാവർക്കും സഫീസ് ഹോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കുന്നതിൽ കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. എന്തായാലും ഞാനത് ശ്രദ്ധിക്കാം. നോർമൽ ഞാൻ സംസാരിക്കുന്നത് കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിലും എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പം ഞാൻ സംസാരിക്കുന്നതിൽ ശ്രദ്ധിക്കാം. വലിച്ചു നീട്ടി സംസാരിക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ നീണ്ടു പോകുന്ന പോലെ ഒരു ഫീല്. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് സ്പീഡിന് പെട്ടെന്ന് എനിക്ക് പറഞ്ഞു തീർക്കണം. അപ്പോൾ എന്തായാലും കൈ പൊള്ളി ഇപ്പം നീറുന്നതാ നോക്കിയത്. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് അവിടെ പോയി കണ്ടോ, ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കറണ്ട് ഇല്ലാത്ത കുട്ടിക്കാലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഞാൻ പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ശബ്ദരേഖകൾ കേട്ടിരുന്നു, സിനിമയുടെയൊക്കെ. അതെങ്ങനെയാണെന്നല്ലേ, കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എങ്ങനെയാണ്, അപ്പോൾ ബാറ്ററി ഇട്ടാണോ എന്ന് ചോദിക്കും. ബാറ്ററി ഇട്ടാണെങ്കിൽ അത് മുതലാവില്ല, കാരണം നമ്മൾ കുറച്ച് കണ്ടിന്യൂ പാട്ടും ഒക്കെ ഇട്ടിരിക്കും എപ്പോഴും. അപ്പം വാപ്പ പോയി സിനിമ കാണും. ഫസ്റ്റ് എപ്പോഴും നമ്മളെ വീട്ടിൽ സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ, വാപ്പ ആദ്യം പോയി കാണും. വാപ്പ കണ്ടിട്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അവസാനമായിട്ട് കണ്ടതാണ് രാജമാണിക്യം. വാപ്പായും ഒക്കെ ആയിട്ട് പോയി അവസാനമായിട്ട് കണ്ട സിനിമ രാജമാണിക്യമാണ്. ഇപ്പോൾ രാജമാണിക്യം മാത്രമല്ല, മമ്മൂട്ടിയെ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ മമ്മൂട്ടിയുടെ ആ ഒരു രാജമാണിക്യം എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് ഓർമ്മ വരും. കാരണം വാപ്പ എപ്പോഴും ആ രാജമാണിക്യത്തിലെ ഡയലോഗ് പറയുമായിരുന്നു. ഇടത്താട്ട് മാറിയില്ലടാ എന്നൊക്കെയുള്ള ഡയലോഗുകളില്ല, അതിനകത്ത് ചെറിയ ചെറിയ ഭയങ്കര എന്നാൽ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഡയലോഗുകളൊക്കെ വാപ്പ പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ ശബ്ദരേഖകൾ കേട്ടിരുന്നതെന്ന്. അപ്പം നരസിംഹം സിനിമയുടെയൊക്കെ ശബ്ദരേഖ ഇഷ്ടം പോലെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടൊന്നും അല്ല, 1000 വട്ടം ഇഷ്ടം പോലെ. അപ്പം ഞാൻ എപ്പോഴും ഇഷ്ടം പോലെ എന്ന് പറയുമ്പം എന്നെ ഏട്ടൻ കളിയാക്കുന്നതാണ്, ഇഷ്ടം പോലെ എന്ന്. അപ്പം അതുപോലെ ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും കണ്ടു എന്നുള്ളതേ വരുന്നുള്ളൂ, ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു സെറ്റുണ്ട്. അതായത് നമ്മുടെ മറ്റേ ഇങ്ങനെ താഴോട്ട് ഞെക്കുന്ന സ്വിച്ചുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, അത് കീബോർഡ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ അത് കണക്കൊക്കെ ഇരിക്കുന്ന. അപ്പം അതിൽ കാസറ്റ് ഇട്ടിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓട്ടോറിക്ഷയുടെ ബാറ്ററി വെള്ളം ഒഴിച്ച് ചാർജ് ചെയ്ത് കൊണ്ടുവരും. 1 ആഴ്ച 2 ആഴ്ച എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. അത് എത്ര നാളങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഇഷ്ടംപോലെ അതിലാണ് പാട്ട് കേൾക്കുന്നതും ഒക്കെ. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ റേഡിയോ ആയിട്ട് കണക്ട് ചെയ്യും, ഈ ടേപ്പുമായിട്ട് കണക്ട് ചെയ്യും. ഇത് ചിലപ്പോഴൊക്കെ ഇത് കുരുങ്ങും. വാപ്പ ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഇത് കുരുങ്ങുന്നെങ്കിലുണ്ടല്ലോ ഭയങ്കര ടെൻഷനാണ്. വാപ്പ വഴക്ക് പറയൂലേ. അപ്പം അതിനെ എടുത്ത് വെച്ച് അതിനെ ഇളക്കി വളരെ സൂക്ഷിച്ച് ഇളക്കി എടുത്ത് ചുറ്റി തിരിച്ച് അതുപോലെ വെക്കും. പിന്നെ ചിലതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലായിരിക്കും, അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിരിക്കും. വാപ്പ തന്നെ വന്നിട്ട് വാപ്പ തന്നെ അത് ശരിയാക്കി എടുക്കും. അപ്പം അങ്ങനെ റേഡിയോയിൽ പാട്ട് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ സബ്സ്ക്രൈബറൊക്കെ കൂടുന്നുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഏകദേശം 4 വർഷത്തോളമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ ഞാനങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തത് കൊണ്ടും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടും മാത്രമാണ് യൂട്യൂബ് ചാനൽ അങ്ങോട്ട് കയറി വരാത്തത്. അല്ലാതെ വേറൊന്നുമല്ല. ഞാനങ്ങനെ എന്താ പറയുക, എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ എങ്ങനെ ഒന്ന് എന്താ കാണിക്കണം, അല്ലെങ്കിൽ എനിക്കെന്ത് തുടങ്ങിക്കൂടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം എന്തോ ഒരു ഇഷ്ടം കൂടി വരുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അവരെനിക്ക് ഇതിൽ എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്കാർക്കും ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നതാണോ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് പോകണമെന്നൊന്നും അറിഞ്ഞൂടാ. പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഞാനിങ്ങനെ എല്ലാവരും കാണുന്നിടത്തൊക്കെ പറയട്ടെ, കാണുന്നിടത്ത് എല്ലായിടത്തും അങ്ങനെയല്ല, ചുമ്മാ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറയും, എനിക്കൊരു ചാനലുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നൊക്കെ പറയും. ഞാനങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാനിങ്ങനെ പൊതുവേ കുറച്ച് ഇങ്ങനെ എൻ്റെ സന്തോഷങ്ങളൊക്കെ ഓവറായിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരാളാണ്. എൻ്റെ സന്തോഷം ഞാൻ ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രകടിപ്പിക്കും. എന്നാൽ എൻ്റെ സങ്കടങ്ങളും ഞാൻ അതുപോലെ തന്നെ പ്രകടിപ്പിക്കും. പക്ഷേ ഒരിക്കലും അത് ക്യാമറയുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ക്യാമറ ഓണാക്കി വയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ സങ്കടമൊക്കെ മാറിപ്പോകുമായിരിക്കും. അല്ല, യാദൃശ്ചികമായിട്ടാറ്റോ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ആ സങ്കടം പുറത്ത് വന്നാലേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്, ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തിലെ അടുത്ത പാർട്ട് എന്താ പറയുക, നമ്മുടെ പാട്ട് കേട്ടതൊക്കെയാണ്. പാട്ട് കേൾക്കുന്ന ഒരു ഇതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് സഫീസും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതായിരിക്കും ബൈ.